ورحمة الله وبركاته. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. السلام عليك أيها النبي ورحمة الله وبركاته. أما بعد فقد قال الله جل وعلا في محكم كتابه بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه يا رسول الله يا سيد الورى عليك سلام الله ما دمت سيدا. ألا يا رسول الله يا سيد الورى عليك سلام الله ما دمت سيدا. صلاة وتسليما وذلك تحيتي على المصطفى المختار خير البرية. ألا يا نبي الله يا خير المرسلين عليك سلام الله أعلى وأمجدا. صلاة وتسليم وذلك تحيتي على المصطفى المختار خير البرية. ألا يا حبيب الله يا خير شفيعي عليك سلام الله أكرم مولدا. صلاة وتسليم وزنا تحيتي خير البرية. اللهم صل وسلم وبارك عليه. ربنا നിന്റെ മഴ കൊണ്ട് വെള്ളിയാഴ്ച രാവല്ലേ റബീഉൽ അവ്വൽ മാസമല്ലേ നിന്റെ വീടല്ലേ നല്ലവരായ ഒരുപാട് ആളുകൾ ഒത്തുകൂടിയ വേദിയല്ലേ ഇവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഭാര്യ മക്കളുണ്ട്, ഞങ്ങളുടെ ഉസ്താദുമാര് ശിഷ്യന്മാരുണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം പേരുണ്ട്. എല്ലാവർക്കും നീ പുറത്തു തരണമല്ലാ. ഞങ്ങളെ ഈമാൻ സലാമത്താക്കണമല്ലാ. കൂടുതൽ സ്വലാത്ത് ചെല്ലാൻ സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതി യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, നാം വലിയ ഭാഗ്യവാന്മാരാണ്. നിങ്ങളത് കണക്കിലെടുത്തോന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ. ഹബീബായ തങ്ങളെ മദീനയുടെ മജ്‌ലിസിൽ പങ്കെടുക്കുക ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. കല്യാണത്തിന്റെ വേദിയല്ല, അവിടുന്ന് കിട്ടുന്ന ബിരിയാണിയല്ല, നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോകുന്ന ഒരു യാത്രയല്ല, നിങ്ങൾ ഭൗതികമായി അനുഭവിക്കുന്ന സ്റ്റേജുകളും പേജുകളുമല്ല. നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഹബീബായ മുത്ത് മുസ്തഫ തങ്ങളല്ലേ, തങ്ങളെ പറ്റി പറയുന്നതല്ലേ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അതാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ആവണ്ടേ? എന്തുകൊണ്ടാവുന്നില്ല കൂട്ടുകാരെ, രക്ഷിതാക്കളെ? അല്ലാഹു നമുക്ക് സ്നേഹം വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു നമുക്ക് ഇഷ്ടം വർദ്ധിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ തൗഫീഖാണ്.
അത് പറഞ്ഞിട്ട് കിട്ടേണ്ട കാര്യമൊന്നുമല്ല. അല്ലാഹു നൽകുന്ന വലിയൊരു തൗഫീഖാ. നിങ്ങൾ നോക്കി, ഞാൻ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു തങ്ങളെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. പണ്ഡിത ലോകത്തെ കുലപതിയാണ് മഹാനായ സയ്യിദുനാ അൽ-ആരിഫ് ബില്ലാഹ് സയ്യിദി അബ്ദുൽ വഹാബ് അശ്ശഅറാനി റളിയല്ലാഹു അൻഹു. പലപ്പോഴും അവരുടെ പേര് നാം അനുസ്മരിച്ചിട്ടുണ്ട്, അവരെ കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മഹാനായ അബ്ദുൽ വഹാബ് അശ്ശഅറാനി. നിങ്ങൾ പറയുന്നൊരു വിഷയം നിങ്ങൾ എല്ലാവരും കേൾക്കണം, ഗൗരവത്തോടെ കേൾക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവായതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. നേരത്തെ പറഞ്ഞ വിഷയത്തിൽ നിന്നെല്ലാം മാറിയിട്ട് വിഷയം ഞാൻ വ്യത്യാസപ്പെടുത്തിയത്, ഇന്ന് വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് സലാമിന്റെ ദിവസമല്ലേ, ഹബീബായ തങ്ങൾ നേരിട്ട് നമ്മുടെ സ്വലാത്ത് കേൾക്കുന്ന ദിവസമല്ലേ. റബ്ബനാ ഞങ്ങളെ മദീനയിൽ എത്തിക്കണോ സയ്യിദുനാ റസൂലുള്ളാഹ്. ഷഅറാനി ഇമാം പറയുന്നു, വമിനൽ ഇബാദ് മൻ തവല്ല അല്ലാഹു ജല്ല വഅലാ തർബിയതഹു ബിനഫ്സിഹി ബിഗൈരി വാസിത. അല്ലാഹുവിന്റെ അടിമകൾ എല്ലാവരും ഒരുപോലെയല്ല. ആണോ? ഞാൻ നിങ്ങൾ ഒരുപോലെയാ? നിങ്ങൾ എല്ലാവരും ഒരുപോലെയാ? എല്ലാവരും വ്യത്യസ്തമാണ്. ആത്മീയ ലോകത്ത് നാം വളരെ വ്യത്യാസമാണ്. നമ്മുടെ കൂട്ടത്തിൽ നല്ല പവറുള്ളവരുണ്ടാകും, എന്നെ പോലത്തെ പവർ കുറഞ്ഞ വളരെ നിശ്ചയിക്കായ ആളും ഉണ്ടാവും, ഒരു മീഡിയം സൈസ് ആളുകളും ഉണ്ടാവും. സുഹൃത്തുക്കളെ, ഇവിടെ മഹാനായ ഷഅറാനി ബാബു പറയുന്നത്, അല്ലാഹുവിന്റെ അടിമകളിലുണ്ട് ചില ആളുകൾ അല്ലാഹു അവരെ നേരിട്ട് അവർക്ക് കോച്ചിങ് കൊടുക്കും. അല്ലാഹു അവരെ നേരിട്ട് വളർത്തിക്കൊണ്ടുവരും. ആരുമില്ല, ഒരു ശൈഖില്ല, ഒരു മധ്യവർത്തിയില്ല, ഒരാളോ ഇടയ്ക്കില്ല. അവ നേരിട്ടാണ് അവരെ വളർത്തുന്നത്, അവർക്ക് ആവശ്യമായ കോച്ചിങ് നൽകുന്നത്, അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അല്ലാഹു ജല്ല വഅല സുബ്ഹാനഹു വ തആല നേരിട്ടാണ്. ഓഹുവേ, ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമെന്ന് അതിൽ പെടുത്തണേന്ന് ഞാൻ ദ്വാരക്കാതെ പേടിച്ചിട്ട് ദ്വാരക്കല്ല. എന്നാലും കുതാലികളെല്ലാം കുറച്ചോനെ ഞങ്ങൾ അതിൽ പെടുത്തണേ അല്ലോ. നിങ്ങൾ ഇരുന്ന് ചിന്തിച്ച് കേട്ടാലേ ഇതൊക്കെ തിരിയുള്ളൂ. നിങ്ങളും നിങ്ങളുടെ മൊബൈലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയലും എടുത്തോടലും ആയാൽ ഇതൊന്നും തിരിയൂല. ഈ ഓട്ടം തന്നെ ഉണ്ടാകാം, കവറുന്ന് ഓട്ടം ഉണ്ടാകാം. മുഖത്തൊക്കെ വരുമ്പോ ഞാൻ ഒന്ന് കോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മൊബൈലാണ് വെച്ചാൽ മതി. അതുകൊണ്ട് ഇതൊക്കെ ഇരുന്ന് ചിന്തിച്ചാൽ തന്നെ തിരിയുള്ളൂ സുഹൃത്തുക്കളെ, തിരിയുള്ളൂ. അല്ലാഹു ജല്ല വഅല പ്രത്യേകമായ കോച്ചിങ് നൽകി വളർത്തിയെടുക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് ഷഅറാനി ഇമാം പറയുന്നത്, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് മൻ തവല്ല ബിവാസിതതി ബഅദി ഔലിയാഇഹി. അല്ലാഹുവിന്റെ ചില ഔലിയാക്കൾ മുഖേന ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുകളും ഉണ്ട്. ചില ആളുകൾ അല്ലാഹു ഉയർത്തുന്നത് എങ്ങനെ? അവന്റെ ഔലിയാക്കളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഔലിയാക്കൾ അദ്ദേഹത്തെ നോക്കും, അദ്ദേഹത്തെ നിയന്ത്രിക്കും, അദ്ദേഹത്തെ ചിലപ്പോൾ വഴക്ക് പറയും, അദ്ദേഹത്തെ പ്രശംസിക്കും. അങ്ങനെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരെ വളർത്തിക്കൊണ്ടുവരും. അത് മരിച്ച വലിയാണെങ്കിലും ശരി, ജീവിച്ചിരിക്കുന്ന വലിയ മാത്രമല്ല, മരിച്ചുപോയ വലിയും അദ്ദേഹത്തിന്റെ ഖബറിൽ വെച്ച് എന്തൊരു ഹൃദ്യമായിട്ട് വ്യക്തമായിട്ടാണ് ഷഅറാനി ഇമാം പറയുന്നത്. വലിയ മരിച്ചു പോയിട്ടുണ്ട്, വലിയ ഖബറിലാണുള്ളത്. ആ ഖബറിൽ നിന്ന് ഭൂമിയിൽ ഉള്ള തന്റെ മുരീദായ ശിഷ്യരെ അതാ നിർദ്ദേശം കൊടുക്കുന്നു, ആവശ്യമായ നിർദ്ദേശം കൊടുക്കുന്നു. വയസ്മഉ മുരീദുഹു സൗതഹു മിനൽ ഖബർ. ഖബറിൽ നിന്ന് തന്റെ ശൈഖാകുന്ന വലിയന്റെ ശബ്ദം ഈ മുരീദ് ഭൂമിയിൽ വെച്ച് കേൾക്കുകയാ. മുരീദ് എവിടെ ഉള്ളത്? ശിഷ്യൻ എവിടെ ഉള്ളത്? പഞ്ചാബിലാണ്. എവിടെ ഉള്ളത്? ദ്വീപിലാണുള്ളത്.
അദ്ദേഹം എവിടെയുള്ളത്? എവിടെയോ ഭൂമിയിൽ എവിടെയോ ഉണ്ട് എവിടെയോ ഉണ്ട്. അവിടെയാണുള്ളത്. വലിയുള്ളത് തന്റെ ശൈഖുള്ളത് ഖബറിലാണ്. ഖബറിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. ശൈഖ് നിർദ്ദേശം കൊടുക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. മരിച്ചുപോയ വലിയ തന്റെ മുരീദിന് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ട് അദ്ദേഹത്തെ ആത്മീയമായി ഉയർത്തിക്കൊണ്ടുവരുന്നു. വല്ലാത്ത അത്ഭുതമല്ലേ? ഔലിയാഉല്ലാഹി ലാ യമൂതു വലാകിൻ യന്തഖിലൂന മിൻ ദാരിൻ ഇലാ ദാർ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഔലിയാക്കൾ മരിക്കുന്നില്ല. വലാകിൻ യന്തഖിലൂന മിൻ ദാരിൻ ഇലാ ദാർ, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് അവര് മാറി താമസിക്കുകയാ. ഇവിടുത്തെ സമയം കഴിഞ്ഞപ്പോ മാറുകയാണ്. അങ്ങനെയാണ് ഭൂമിയിൽ അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അടുത്ത വീട്ടിൽ ഇങ്ങനെ മാറി പോവാ അല്ലേ? അല്ലേ മാറി പോവല്ലേ? പോവല്ലേ? അതുകൊണ്ട് മാറി ഗൾഫിലേക്ക് പോയാൽ വെച്ചു പോയി അല്ലല്ല. എവിടെ പോയി? അബുദാബിയിൽ പോയി അല്ലെ? എങ്ങനെയല്ലേ പോയി? എവിടെ പോയി? എവിടെ പോയി? ദക്ഷിണാഫ്രിക്കയിൽ പോയി. അങ്ങനെയാ പറയാ. എല്ലാവരും മരിച്ചു പോയി എന്ന് പറയുന്നില്ല. അടുത്ത നാട്ടിലേക്ക് പോയാൽ ഇതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ മരിച്ചതല്ല. അവർ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയാണെന്ന് മുത്ത് റസൂലുള്ളാഹി. കഥ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ അന്തം വിട്ടുപോകും. അതിപ്പോ പരാമർശിക്കാൻ പറ്റുന്ന സമയമല്ലല്ലോ സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ മരിച്ചുപോയ ഔലിയാക്കള് ഭൂമിയിലുള്ള തന്റെ മുരീദിന് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ അഴുക്കുകൾ നിർമ്മാർജ്ജനം ചെയ്തിട്ട് ആത്മീയമായ തറത്തി അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഞങ്ങൾ രക്ഷപ്പെടുത്തണോ? ആത്മാരെ തിരുനോട്ടത്തിൽ ഞങ്ങളാക്കണോ? ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ, അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇരുന്നു പറയുന്നവർ രണ്ട് വിഭാഗമായി. ഒന്ന് അല്ലാഹു നേരിട്ട് കോച്ചിങ് നൽകുന്നവര്, മറ്റൊന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കള് കോച്ചിങ് നൽകി വളർത്തിക്കൊണ്ടുവരുന്നവര്. വലില്ലാഹി ഇബാദ്. അടുത്തത് കേട്ടോ നിങ്ങൾ എല്ലാവരും, അതാണ് നമ്മുടെ വിഷയം. വലില്ലാഹി ഇബാദ്. അല്ലാഹുവിന് ചില അടിമകളുണ്ട്. യതവല്ലാ തർബിയതഹുമുൻ നബിയുൽ മുസ്തഫ. യതവല്ലാ തർബിയതഹുമുൻ നബിയുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗൈരി വാസിത. അവരെ നോക്കുന്നത് ആരാന്നറിയോ? അവരെ വളർത്തുന്നത് ആരാന്നറിയോ? അവരുടെ ആത്മീയ ഗുരു ആരാണെന്നറിയോ? സയ്യിദുനാ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുത്തുനബി നേരിട്ട് ആരും ഇടയ്ക്കില്ല. തങ്ങളെ നേരിട്ടവരെ അവർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുകയാണ്. എന്റെ കാരണം അറിയോ? അവർ ധാരാളം സ്വലാത്ത് ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ സ്വലാത്ത് കുറേ ചൊല്ലി 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 ഒരു ദിവസം 100 അല്ല, 200 അല്ല, 500 അല്ല, 1000 അല്ല, 10,000 അല്ല, അതിലപ്പുറമാണ് അവര് ചൊല്ലുന്നത്. അങ്ങനെ സ്വലാത്തങ്ങ് ചെല്ലുമ്പോൾ അതാ മദീനത്ത് നിന്ന് നേരിട്ടൊരു നോട്ടമാണ്. ഹബീബായ തങ്ങൾ നോക്കുന്നു. പിന്നെ അവിടെ ശൈഖ് വേണ്ട, ഹബീബുൽ അഅ്ളമായ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് വളർത്തുകയാണ്. എത്ര മഹാരഥന്മാരെ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞ മഹാരഥന്മാർ നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്ര പേരാ ഉള്ളതെന്ന് അറിയോ സുഹൃത്തുക്കള്? മഹാനായ സയ്യിദുനാ അബുൽ ഹസൻ അശ്ശാദുലി, സയ്യിദുനാ അബുൽ ഹസൻ അശ്ശാദുലി, മഹാനായ സയ്യിദുനാ അബുൽ അബ്ബാസ് അൽ-മുർസി ഇസ്കന്ദരി, മഹാനായ സയ്യിദുനാ അബുൽ
അബുൽ അബ്ബാസിൽ മുർസിൽ ഇസ്കന്ദരി റളിയല്ലാഹു അൻഹു തങ്ങൾ. അങ്ങനെ എത്ര മഹാരഥന്മാരുടെ പേര് വേണം നിങ്ങൾക്ക്? അവർക്ക് നേരത്തെ ഒരു ശൈഖ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവര് വീണ്ടും വീണ്ടും ഉയരുമ്പോൾ അവരെ നേരിട്ട് നിയന്ത്രിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരുന്നു ഹബീബുൽ ആലമായ മുത്ത് മുസ്തഫ. ഞങ്ങൾക്ക് തൗഫീഖ് തരണം അല്ലാഹ്. ഹബീബിന്റെ തിരുഹദറത്തിൽ ഞങ്ങളെ എത്തിക്കണം അല്ലാഹ്. യാ സയ്യിദ السادات جئتك قصيدا أرجو حماك فلا تخيب مقصدي أرجو حماك فلا تخيب مقصدي. മുത്തനബിയേ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എന്നെ നിരാശപ്പെടുത്തല്ലേ. ഹബീബായ തങ്ങളോടല്ലേ നാം പറയുന്നത് യാ സയ്യിദ സാദാത്ത്, നേതാക്കന്മാരുടെ നേതാവേ, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, എന്നെ നിരാശപ്പെടുത്തല്ല തങ്ങള്. അല്ലാഹുവിന്റെ ഹബീബല്ലേ, എന്തൊരു സ്നേഹമാ മുത്ത് മുസ്തഫ റസൂലുള്ളാഹി. അപ്പോൾ അല്ലാഹുവിന്റെ അടിമകളിൽ ഷാനിമാർ പറയുന്നത് ഹബീബായ തങ്ങള് നേരിട്ട് നിർദ്ദേശം കൊടുത്ത് കോച്ചിങ് നൽകി വളർത്തിക്കൊണ്ടുവരുന്ന വലിയ സൗഭാഗ്യവാന്മാരായ പണ്ഡിതന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്, മഹാരഥന്മാരുണ്ട്. വലിയ തൗഫീഖുള്ളവരാണ്. റബ്ബനാ ഹബീബിന്റെ ഹദറത്തിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. മഹാനായ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഒരു ദിവസം ഒരാൾ വന്നിട്ട് തങ്ങളെ കൈ തരണോ, കൈ തരണോ, നമ്മളെല്ലാം സാധാരണ അങ്ങനെയാണല്ലോ, കൊറോണ കൊണ്ട് അങ്ങനെ ഒരു ലാഭമില്ല, കൈയൊന്നും പിടിക്കൂല വന്നിട്ട്. കൊറോണ കൊണ്ട് അങ്ങോട്ടും കൊറോണ ഇങ്ങോട്ടും കൊറോണ, അതുകൊണ്ട് കൈ പിടിക്കണ്ട, അതൊരു സമാധാനം ഉണ്ടല്ലേ, അല്ലേ? അങ്ങനല്ലേ അങ്ങനല്ലേ? ആ അപ്പൊ അത്രയല്ല തേച്ചെടുപ്പം തന്നെ ചെറുക്കൽ പോയി അത്ര കുപ്പിയിൽ കൊറോണ ഉണ്ടോ സോലെ അങ്ങനെ മനസ്സിലാക്കിയിട്ട് തേക്കാൻ പോയിരുന്നവരുണ്ടാവും. ഇവരൊന്നും തേക്കണ്ട. സുഹൃത്തുക്കളെ, അപ്പോ മഹാനായ ഇമാം അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരാൾ വന്ന് തങ്ങളെ കൈതരണോ പറഞ്ഞു, മോനെ മോനെ ما صافحت بك في هذه إلا رسول الله يا ربي ما صافحت بك في هذه. മോനെ എന്റെ ഈ കൈ ഒരാൾക്കും ഞാൻ കൊടുത്തിട്ടില്ല, എന്റെ ഈ കൈ ഒരാളെ മുസാഫഹത്ത് ചെയ്തിട്ടില്ല, ഹസ്തദാനം ചെയ്തിട്ടില്ല. ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളെ അല്ലാതെ എപ്പായി പറയുന്നത്, സ്വഹാബികളല്ലേ പറയുന്നത്. മുത്തുനബി വഫാത്തായിട്ട് 600-650-700 കൊല്ലം കഴിഞ്ഞിട്ട് വന്ന മഹാന് അബൂൽ അബ്ബാസ് ഖുറൈശി റളിയല്ലാഹു അൻഹു തങ്ങളാ പറയുന്നത്, എന്റെ ഈ കൈ വേറെ ആരും പിടിച്ചിട്ടില്ല മോനെ, ഇത് പിടിക്കാനുള്ളത് ആരാ ആരാ ആരാ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. റബ്ബനാ, അവിടുത്തെ കൈയൊന്ന് പിടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണമല്ലാഹ്. ഞങ്ങൾക്ക് ആ പൂമുഖമൊന്ന് കാണാൻ മഹാഭാഗ്യം തരണമല്ലാഹ്. സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ തൗഫീഖ് തരണമല്ലാഹ്. اللهم صل على محمد يا رب صل عليه وسلم على يا رسول الله يا نور عينينا عليك صلاة الله غيبا ومشهدا. ألا يا رسول الله يا نور عينينا عليك صلاة الله غيبا ومشهدا. صلاة وتسليم وارجع تحيتي അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച രാവാൻ സ്വലാത്ത് ചൊല്ലണേ, സ്വലാത്ത് ചൊല്ലണേ. ഒറ്റക്കാവുമ്പോ ചെല്ലാൻ കഴിയൂല. വെടി വന്നു അല്ലെങ്കിൽ മൊബൈൽ വരും, പള്ളിയിൽ വന്നാലോ അൽഹംദുലില്ലാഹ് ചൊല്ലിപ്പോ. അതുകൊണ്ട് എല്ലാവരും വെള്ളിയാഴ്ച രാവ് പ്രത്യേകിച്ച് പള്ളിയിൽ എത്തണം. ഒരു കാരണവശാലും മുടങ്ങി പോകരുത്. അല്ലാഹുവേ തൗഫീഖ് തരണേ അല്ലാഹ്. ഏതെങ്കിലും മജ്‌ലിസിൽ പോയിരിക്കണം. ഇവിടെ തന്നെ വരാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത്, ഇവിടെ വരണം. ഏതെങ്കിലും മജ്‌ലിസിൽ
പോയി ഇരുന്നിട്ട് ചൊല്ലണോ? ചൊല്ലിപ്പോവും ഇരുന്നാല്. അല്ലെങ്കിൽ ചൊല്ലൂല, ആവിയോട്ട് ഇങ്ങനെ മൊബൈൽ കൊടുത്ത് സമയം പോയി പോകും നമുക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് മഹാനായ സയ്യിദുന അബ്ദുൽ അസീസ് ഇബ്നു അലി അൽ മക്കി സംസമി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, മഹാനായ അബ്ദുൽ അസീസ് ഇബ്നു അലി അൽ മക്കി സംസമി റളിയല്ലാഹു അൻഹു ഇതാ ഏകദേശം 963 അവരുടെ വഫാത്ത്. 963 അങ്ങനത്തെ മഹാൻ പറയുന്നത് കാണാം മക്കളെ, അസ്സലാത്തു അലാ സയ്യിദി സാദാത്ത് മിൻ അഹമ്മിൽ മുഹിമ്മാത്ത് ഫീ ജമീഇൽ ഔഖാത്ത് ലിമൻ യുരീദുൽ ഖുർബ മിൻ റബ്ബിൽ അർദീന വസ്സമാവാത്ത് വഇന്നഹാ തജ്ലിബുൽ അസ്റാർ വൽ ഫുതുഹാത്ത് വതുസഫിൽ ബവാതിന മിൻ ജമീഇൽ ഖുദൂറാത്ത്. എന്തോ ഒരു പദങ്ങളാണ് മഹാനായ ശൈഖുകൾ പറയുന്നത്. അസ്സലാത്തു അലാ സയ്യിദി സാദാത്ത്, ഹബീബായ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് മിൻ അഹമ്മിൽ മുഹിമ്മാത്ത്, ഏറ്റവും പുണ്യമുള്ള മുഖ്യമായ കാര്യങ്ങളിൽപ്പെട്ടത്, ഏറ്റവും പുണ്യം മക്കൾ തിരിയുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പള്ളിയിൽ ചെല്ലി എവിടെയിപ്പോ ചെല്ലി 100 വട്ടം ചെല്ലുമ്പോ കുറേ മിസ്സായി പോയി. പലർക്കും ആവി ഇട്ടിട്ടും മൊബൈൽ നോക്കിയിട്ടും ടൈം ക്ലോക്ക് നോക്കിയിട്ടും തിരിഞ്ഞ് നോക്കിയിട്ടും മറിഞ്ഞ് നോക്കിയിട്ടും ഉറക്കം നോക്കിയിട്ടും വലിയ ആവി ഇട്ടിട്ടും എന്റെ പ്രിയപ്പെട്ടവനെ മുടങ്ങിപ്പോയി നിങ്ങളെ കേട്ടോ. സ്വലാത്ത് എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമുള്ള മുഖ്യ വിഷയമാണ്. എല്ലാ സമയത്തും യജമാനനായ റബ്ബിനോട് അടുക്കാൻ പൂതിയുണ്ടോ മോനെ? ഇത് പ്രധാന വിഷയമാണ്. സ്വലാത്ത് ചൊല്ലി അധികരിപ്പിക്കുമ്പോൾ, ഒരുപാട് ചൊല്ലുമ്പോൾ നിനക്ക് ഒരുപാട് രഹസ്യങ്ങൾ തുറന്നു കിട്ടും കേട്ടോ. ഒരുപാട് രഹസ്യങ്ങൾ നിനക്ക് തുറന്നു കിട്ടുന്നു. പലതും നിനക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. നിന്റെ അകത്തുള്ള ചെറുകൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് ചൊല്ലിക്കോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. കേൾക്കില്ല, ഒന്നുകൂടി പറയട്ടെ. ഖാല സയ്യിദി അലി ഇബ്നു ഹുസൈൻ, അലി ഇബ്നു ഹുസൈൻ തങ്ങൾ പറഞ്ഞു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഇക്താറ സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അലാമാതി അഹ്ലി സുന്നഹ്. സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നത് അഹ്ലുസുന്നയുടെ അടയാളത്തിൽപ്പെട്ടതാണ്. ശരിക്കും പഠിച്ചോ, സുന്നികളുടെ അടയാളമാണ്. സുന്നികളുടെ അടയാളമാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കല്. വമൻ ഖാലഫഹു, സുന്നി വിഭാഗത്തിൽ പെടാത്തവൻ, ലാ യസുറുഹു ദിക്റു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിനെ പറയുന്നത് ഒരു വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. ബൽ യസ്ഉബു അലൈഹി ദിക്റു, ഹബീബിനെ പറയാൻ ഒരു പ്രയാസമായി മാറുന്നു. ഹബീബിനെ പറയാൻ ഇഷ്ടമുണ്ടാവില്ല അവർക്ക്, മുത്തബീകൾക്ക്. വൈദാ ദക്കറ, അഥവാ പറഞ്ഞാലോ ലാ യദ്കുറുഹു ബിതഅദീം, ബഹുമാനപ്പെട്ടത് പറയും, ബഹുമാനത്തോടെ പറയൂല. ആരംഭപ്പൂവായ അചരായ മുത്തു റസൂലുള്ളാഹി അങ്ങനെയൊന്നും പറയൂല, ബഹുമാനത്തോടെ പറയൂല. ആ കണ്ണിൽ പൊടിയിടാൻ തട്ടിപ്പ് പറഞ്ഞാലും ബഹുമാനത്തോടെ അവൻ പറയൂല. സ്വലാത്ത് വർദ്ധിപ്പിക്കല് യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്, അടയാളമാണെന്ന് മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, സുഹൃത്തുക്കളെ നമുക്ക് വർദ്ധിപ്പിച്ചുകൂടെ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സയ്യിദുനാ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകൾക്ക് ഇൽമു പഠിപ്പിച്ചതിന്റെ പേരിൽ ആദം നബി മലക്കുകൾക്ക് സുജൂദ് ചെയ്തിട്ടുണ്ട്. അല്ലേ? ആദം നബി മലക്കുകൾക്ക് ഇൽമു പഠിപ്പിച്ചതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട മലക്കുകൾ ആദം നബിക്ക് സുജൂദ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കണം, എല്ലാവർക്കും അറിയാം. ഖുർആൻ പറയുന്നുണ്ട്, പറയാം, ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ്. എല്ലാവരും സുജൂദ് ചെയ്തു, മലക്കുകൾ മുഴുവനും. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസ് ലഅനത്തുല്ലാഹി
ഈസായി മാത്രം സുജൂദ് ചെയ്തില്ല, ബാക്കി എല്ലാ മലായികത്തും സുജൂദ് ചെയ്തു. നിങ്ങൾ നോക്കണേ, വല്ലാത്തൊരു അത്ഭുതമല്ലേ ഇത്. മലക്കുകളാണ് ആദം നബിക്ക് സുജൂദ് ചെയ്യുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയണോ, ഹബീബുൽ ആലമായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലക്കുകൾ സുജൂദ് ചെയ്തതായി നാം കേട്ടിട്ടില്ല. അങ്ങനെയൊന്നില്ല. പക്ഷേ അല്ലാഹുവിന്റെ മലക്കുകൾ മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന് മലക്കുകൾ സുജൂദ് ചെയ്തത് ആകെ ഒരു തവണ മാത്രമാണ്. അതും മലക്കുകൾ മാത്രമാണ്, വേറെ ആരും അതിൽ പങ്കെടുക്കുന്നില്ല. എന്നാൽ ഹബീബായ തങ്ങളുടെ സ്വലാത്ത് ആദ്യമേ സ്വലാത്തിൽ പങ്കെടുക്കുന്നത് ആരാ? അല്ലാഹുവാൻ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവല്ലേ സ്വലാത്തിൽ പങ്കെടുക്കുന്നത്. എന്നിട്ടാണോ നിങ്ങൾക്ക് സ്വലാത്തിൽ പങ്കെടുക്കാൻ മടി? അല്ലാഹുവാണ് സ്വലാത്ത് ചൊല്ലി എന്ന് പറയുന്നത്, സ്വലാത്ത് ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹു സ്വലാത്തിലുണ്ട്, അല്ലാഹു സുജൂദിനില്ല. മലക്കുകൾ സുജൂദ് ചെയ്തു, അത് ഒരു വട്ടം മാത്രമാണ്. എന്നാൽ മലക്കുകളുടെ സ്വലാത്തോ അത് ചെയ്യാവുന്നവരെയാണ്. മലക്കുകൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹ്. മാത്രമല്ല, ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളും ഖിയാമം വരെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ്. നിസ്കാരത്തിന്റെ ഫർദല്ലേ, നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയാതിരുന്നാൽ നിസ്കാരം ബാത്തിലല്ലേ കൂട്ടരെ. അപ്പോൾ എല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അപ്പൊ മുത്തുനബിയുടെ സ്വലാത്തിന്റെ മഹത്വം വല്ലാത്ത മഹത്വമല്ലേ. നമുക്ക് ചൊല്ലിക്കൂടെ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ചൊല്ലണം ചൊല്ലണം. വെള്ളിയാഴ്ച രാവ് മാത്രമല്ല, വെള്ളിയാഴ്ച പകലിൽ മാത്രമല്ല, എപ്പോഴും സ്വലാത്ത് ചൊല്ലണ്ടേ. നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. കുല്ലൽ ഖുലൂബി ലിത്വയ്ബി വസ്ലിക തഖ്ലുബു വലിഹുസ്നി വജ്ഹിക കുല്ലു ഐനിൻ തർഗബു. സ്വല്ലാ അലൈക അല്ലാഹു യാ റൂഹൻ നുഹാ മദാമത്തി ദുനിയാ വദാറു ദൗലബു. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിക മിൻ ജഹന്നമ ഫീ ഗദി. അൽഹംദുലില്ലാഹ്. സ്വഹാബത്തേ സ്വലാത്ത് ചൊല്ലിയത്, താബിഈങ്ങളത്രേ സ്വലാത്ത് ചൊല്ലിയത്. ഏത് മഹാന്മാരാണ് സ്വലാത്ത് ചൊല്ലാത്തത്? രാവും പകലും സ്വലാത്ത് ചൊല്ലുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അവർ ഉയർന്നില്ലേ? വെറുതെ ഇരിക്കുകയാണ് കുറച്ച് സമയം. നമുക്ക് തോന്നുന്നുണ്ടോ സ്വലാത്തിയെല്ലാം? തോന്നുന്നില്ല. സ്വലാത്തിയെല്ലാം തോന്നുന്നില്ല. കുറച്ച് ചെല്ലുമ്പോഴേക്കോ മടിവെക്കും, ക്ഷീണം വന്നു, ഉറക്കം വന്നു, മുഷിപ്പ് വന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് താ പടച്ചോനെ. ഈമാനിന്റെ പ്രവാഹമായ അങ്ങനെ എല്ലാവരും ഇതിൽ പ്രതികളാണ്. പുറത്തു തരണേ അല്ലാഹ്. രാവിലെ എല്ലാ ദിവസവും നമ്മുടെ പള്ളിയിൽ ഒരൽപ്പം സ്വലാത്ത് ചെല്ലും, ഒരൽപ്പം ദിക്ർ ചെല്ലും, ഒരൽപ്പം ഇൽമു പറയും. അതിന് ഇരിക്കുന്നവർ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം. വലിയ തഖ്വ അവർക്ക് ഞങ്ങൾക്കും നൽകണം. ചിലപ്പോ ഉറങ്ങിപ്പോകുന്നുണ്ടെങ്കിലും അത് വലിയ ഗൗരവത്തോടെ വന്നിരിക്കുന്നവരുണ്ട്. അത് ചെറിയ ഭാഗ്യമൊന്നുമല്ല സുഹൃത്തുക്കളെ, ചെറിയ ഭാഗ്യമൊന്നുമല്ല. അത് വലിയ സൗഭാഗ്യമാണ്, അസുലഭ മുഹൂർത്തമാണ്. നിങ്ങൾ നോക്ക്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാവർക്കും അറിയുമല്ലോ. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ആധിപത്യം ഏറ്റെടുത്തതിന് ശേഷം രാത്രി ഉറങ്ങാറില്ല, അല്ലേ? ഭരണാധികാരിയായാലും ഇപ്പൊ ഉറങ്ങാൻ സുഖം കൂടുതലാണ്. നല്ല സുഖ ഭരണാധികാരികൾക്ക്, നല്ല AC, അതിന് പറ്റുന്ന റൂമും സംവിധാനങ്ങളും, നല്ല വാഹനങ്ങളും, നല്ല ഫ്ലൈറ്റുകളൊക്കെയാണ് ഇപ്പോൾ ഓരോരുത്തർ വില കൊടുത്തിട്ട് വാങ്ങുന്നത്. ഓടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പലതും നല്ല
നല്ല സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉറക്കില്ല, എന്നെ ഈ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണമേഖല ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എന്റെ പ്രജകൾക്ക് വല്ല ക്ഷീണവും വന്നാൽ എന്നോട് നീ ചോദിക്കുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഉറക്കൊഴിഞ്ഞ് രാത്രി ഇങ്ങനെ നടക്കുകയാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഓന്റെ മുഅ്മിനീങ്ങളെ ഒരു വീട്ടിലതാ ഒരു വിളക്ക് കാണുന്നു. ആധുനിക വൈദ്യുതിയില്ല, നമ്മുടെ കറണ്ടൊന്നും ഒന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദൈത്യത്തിന്റെ വെളിച്ചമാ ഒരു വീട്ടിൽ ഒരു ചെറ്റക്കുടിൽ ഒരു പ്രകാശം കാണുകയാണ്. അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ എന്താ സംഭവം എന്നറിയോ? ഒരു ഉമ്മാമ അജൂസ്, ഒരു ഉമ്മാമ, ഒരു പടുകിടവിയായ ഉമ്മ, അവരിങ്ങനെ പരുത്തി നെയ്യുകയാണ്. അവരുടെ ജീവിതോപാധിയാൽ ജീവിക്കാനുള്ള പെടാപ്പാടിൽ ജോലി ചെയ്യണമല്ലോ, പരുത്തി നെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഒരു ഉമ്മാമ. രാത്രിയാണ് നിങ്ങൾ ചിന്തിക്കണം, രാത്രിയാണ് ഇത് സംഭവിക്കുന്നത്. ആ സമയത്ത് ആ ഉമ്മാമ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ കേട്ടോ, ആ ഉമ്മാമ പറയുന്നത് എന്താണെന്നറിയോ? മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലല്ലാഹു അലൈഹി طيبون الأخيار قد كنت قواما بكي الأسحار يا ليت شعري والمنايا خطوات هل تجمعني وحبيبي الدار. ഒരു ഉമ്മാമ പാതിരാക്ക് പാടുന്ന പാട്ടാണിത്. തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാടുന്ന പാട്ടാണിത്. എന്നെ പാടിയത് കലാം മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലല്ലാഹു അലൈഹി ത്വയ്യിബൂനൽ അഖിയാർ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബുനാ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നല്ലവരുടെ സ്വലാത്ത് ഉണ്ടാവട്ടെ. തങ്ങളെ കദകുന്ന ഖവ്വാമൻ ബകിയൽ അസ്ഹാബ് യാ ലൈത ശഅരി വൽ മനായാ അത്വാർ. തങ്ങളെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയായിരുന്നില്ലേ? അത്താഴ സമയത്ത് കരയുകയായിരുന്നില്ലേ? മുത്തനബിയോടാ പറയുന്നത്, തങ്ങൾക്ക് സ്വലാത്ത് ഉണ്ടാവട്ടെ. ഹൽ തജ്മഅനി വഹബീബി യദ്ദാർ. അല്ലാഹുവേ, എന്നെയും എന്റെ ഹബീബിനെയും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടൂലേ? ഉമ്മാമാന്റെ വരികളാണ്, എന്നെയും എന്റെ ഹബീബിനെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടൂലേ? ഇതാണ് ഉമ്മാമ പാടുന്നത്. യാ റബ്ബി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. തങ്ങൾ ഇത് കേട്ടുപോയി. കരയാൻ തുടങ്ങി, ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. ആ ഉമ്മാന്റെ വീട്ടിന്റെ പുറത്തിരുന്നിട്ട് കരയുകയാ. എന്നിട്ട് അല്പം കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് വസല്ലമ അലൈഹ. ആ ഉമ്മാമാക്ക് സലാം പറയുന്നു. എന്നിട്ട് ഉമ്മാമാരോട് പറയുന്നു, ഉമ്മാമ അഈദി അലയ്യ ഖൗലകി. ഉമ്മാമ ഒന്നുകൂടി പാടൂ ഉമ്മാമ, ഒന്നുകൂടി പാടൂ ഉമ്മാമ. ആ പാടിയ പാട്ട് ഒന്നുകൂടി പാടും ഉമ്മാമ, എനിക്ക് പാടിത്താ. വളരെ ദുഃഖസാന്ദ്രമായ ശബ്ദത്തോടുകൂടി, വേദനിക്കുന്ന ശബ്ദത്തോടുകൂടി ആ ഉമ്മ മുണ്ടു ആ പാട്ട് പാടിക്കൊടുക്കുകയാ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലല്ലാഹു അലൈഹി ത്വയ്യിബൂനൽ അഖിയാർ قد كنت قواما بكي الأسحار يا ليت شعري والمنايا طوار هل تجمعني وحبيبي الدار. الله പാടുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പറയുന്നു, ഉമ്മ, ഉമറിനെ മറക്കല്ല, എന്നെ മറക്കല്ല ഉമ്മ. മുത്തുനബിയെയും ഉമ്മയെയും അല്ലേ ഉമ്മ പറയുന്നത്, എന്നെ മറന്നു പോകല്ല ഉമ്മ. ആ സമയത്ത് ഉമ്മ പറയുന്നത്, നീ പുറത്തു കൊടുക്കണേ. ആ ഉമ്മാന്റെ പാതി
രാത്രിയിലുള്ള പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്. തന്റെ ജോലി പാതിരാത്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ ഉമ്മ സ്വലാത്ത് ചെല്ലുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാക്ഷിയാണ്. അവരും ആ ഉമ്മാമയോട് ദുആ ആവശ്യപ്പെടുകയാണ്. അവരുടെ ഇഷ്ടം നിങ്ങളൊന്ന് വായിച്ചേ, ആ സ്നേഹം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എവിടെ നമുക്ക് സ്നേഹം? റബ്ബനാ ഹബീബിനെ സ്നേഹിക്കുന്ന, അവിടുത്തെ പ്രിയം വെക്കുന്ന ഏറ്റവും നല്ല ഉമ്മത്തിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാരെ പെടുത്തണം അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം അല്ലാഹ്. മദീനയിലെത്തിക്കണം അല്ലാഹ്. ഹബീബിനെ കാണിച്ചു തരണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.